ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടോ? ഏകദേശം 80 വർഷത്തിലധികം നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് കോൾഗേറ്റ് എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കമ്പനി. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഏകദേശം 80 വർഷത്തിലധികമായി അത് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടു. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ചിലവ് കുറഞ്ഞിട്ടുണ്ട്. ആ ചിലവ് കുറയാൻ കാരണം ഇന്ത്യയിലുള്ളവർ പല്ല് തേക്കാത്തതാണ്. ഇത്രയും പാരമ്പര്യമുള്ളൊരു കമ്പനി അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കാതെയാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്, ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ 80 വർഷം മുമ്പേ വളരെ ചുരുക്കം ടൂത്ത് പേസ്റ്റ് മാത്രമാണ് വിപണിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറയുക കോൾഗേറ്റ് എന്നുള്ള. കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ധാരണ അത് ഏറ്റവും ആദ്യം ഇറങ്ങിയതുകൊണ്ടായിരിക്കാം നമ്മൾ കോൾഗേറ്റ് എന്ന് പറഞ്ഞ് ശീലമായിട്ടുള്ളത്. പിന്നീട് പുതിയ കമ്പനികൾ വന്നു, വിപണിയിൽ മത്സരമായി. ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കമ്പനികളൊക്കെ സെലക്ട് ചെയ്യും, തിരഞ്ഞെടുക്കും. അപ്പോൾ സ്വാഭാവികമാണ് കമ്പനിയിൽ ഒരു മത്സരമൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നോക്കിയ, മുമ്പ് ഒരുപാട് ഫോൺ ഇറങ്ങിയ സമയത്ത് നോക്കിയ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ഫോണിൻ്റെ വിപണിയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നീട് സാംസങ് വന്നപ്പോൾ നോക്കിയ, അതുപോലെ ഒരുപാട് കമ്പനികൾ വന്നതോടുകൂടി നോക്കിയ എന്ന കമ്പനി പുറകോട്ട് പോയി. അങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും വിപണിയിൽ മറ്റൊരു കമ്പനി ഇടപെടുകയും അതുപോലെ തന്നെ അവരുടെ സെയിലൊക്കെ വർദ്ധിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആദ്യം ഉണ്ടായിരുന്ന കമ്പനി ഒരു പക്ഷേ താഴോട്ട് പോകാം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കുകയൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മുടെ വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ പല്ല് തേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കാതെ ഒരിക്കലും നമുക്കൊരു മനുഷ്യരുടെ മുമ്പിൽ പോയി നിൽക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണല്ലോ. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതി പ്രവർത്തിച്ച ഒരു കമ്പനി ഇന്ത്യക്കാരെ മൊത്തത്തിൽ ആക്ഷേപിച്ചത് വളരെ മോശമായിപ്പോയി. അത് കണ്ടല്ലോ, ഞാൻ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഇന്ന കമ്പനി തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടാവാറില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ വാങ്ങിയപ്പോൾ കോൾഗേറ്റ് കമ്പനിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ കമ്പനീനെ ഞാൻ വാങ്ങുന്ന പരിപാടി നിർത്തി. ഇനി നമുക്ക് ഇഷ്ടം പോലെ കമ്പനികൾ, നമുക്ക് ടൂത്ത് പേസ്റ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ വിപണിയിൽ കിട്ടുമല്ലോ. ഇനി നമുക്ക് ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാം. ഒരിക്കലും ഒരു സമൂഹത്തിനെ അവരുടെ കാരണത്താൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന കാരണത്താൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വെച്ചിട്ട് അവരെ വിലയിരുത്തുകയോ അവരെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഏതൊരു കമ്പനിയാണെങ്കിലും അവരുടെ കാഴ്ചപ്പാട് ആ രീതിയിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രതിഷേധം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. നന്ദി.